പഠിക്കാൻ വരുമ്പോൾ ഏജൻസി പറഞ്ഞത് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം, 1.5 ലക്ഷം രൂപ സാലറി കിട്ടുമെന്നാണ് പറഞ്ഞത്. അവസാനം വീട്ടുകാരുടെ നിന്ന് മേടിക്കേണ്ടി വന്നു. ഓരോ മാസം 1.5 ലക്ഷം രൂപ വെച്ച് ചിലവിന് വേണ്ടി. ഏജൻസിക്കാർ പറഞ്ഞതിനൊക്കെ അതുപോലെ നല്ല ഒരു ജോലിയാണ് എനിക്കും കിട്ടിയത്. അഡ്വർടൈസ്മെൻറ്റ് ഏരിയ മാനേജർ. അതായത് ഒരു ഇൻ്റർസെക്ഷനിൽ ഫർണിച്ചർ ഷോപ്പിൻ്റെ ഫ്ലാഗ്, ഡിസ്കൗണ്ട് കാർഡ് ഇതൊക്കെ പിടിച്ച് ഈ ഫ്ലാഗൊക്കെ വീശി നിൽക്കുക. അതാണ് എനിക്ക് കിട്ടിയ ജോലി. ആ ഏരിയയുടെ മാനേജർ ഞാനായിരുന്നു. വേറെ ആരും അവിടെ കൊടി പിടിച്ച് നിൽക്കുന്നില്ലായിരുന്നു. സാറേ, വിസ കിട്ടിയിട്ടോ വലിയ ഉപകാരം. പക്ഷെ സാറേ, ഇത് 1 കൊല്ലത്തേക്കുള്ളല്ലോ സാറേ. ഇപ്പം സാറ് പറഞ്ഞാൽ ഇനിയും കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞേ. എൻ്റെ പൊന്നുവനെ, നീ പാസ്പോർട്ട് നീ മര്യാദയ്ക്ക് നോക്കിയില്ലേ? അപ്പം അതിനകത്ത് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? അല്ല, അതിൽ മറ്റേ പേര് കാര്യങ്ങളുണ്ട്, വിസയുണ്ട്. വിസ അടിച്ച് പിന്നെ 1 കൊല്ലം കഴിയുമ്പം 1 കൊല്ലത്തേക്കെന്നും പറഞ്ഞിട്ടാ. അത് 1 കൊല്ലം ഇട്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അവിടെ എന്നാന്ന് ഇട്ടിരിക്കുന്നത്? മറ്റേ എൻട്രിയുടെ അവിടെ ഒന്ന് നോക്കിയേ, എന്താ അവിടെ കാണിച്ചേക്കുന്നത്? എൻട്രിയുടെ ഇവിടെ ഇത് മൾട്ടിപ്പിൾ എന്നാണല്ലോ സാറേ. അതെന്താ സംഭവം? മൾട്ടിപ്പിൾ എന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്നാ? മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ 1 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വിസ കൊടുക്കുന്നു, മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ എത്രയാവും? 2 വർഷം. 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് മൾട്ടിപ്പിൾ ചെയ്യും. 4 വർഷം വേണ്ടി വരും. 3 കൊല്ലം കഴിയുമ്പോഴേക്കും നിനക്ക് PR കാര്യങ്ങളൊക്കെ ആവും. ഏജൻസിയിൽ നിന്ന് പറഞ്ഞു കിട്ടപ്പോൾ സ്നോ ഷവൽ ചെയ്തിട്ടാണെങ്കിലും പെർ അവർ $10 കിട്ടും, ഫീസ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഏജൻസിക്കാരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ ഭേദം. ഞാനിവിടെ കാനഡയിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ വളരെ തണുപ്പുള്ള കൺട്രിയാണ്. ശരിയാണ്, കാനഡ വളരെ തണുപ്പുള്ള കൺട്രിയാണ്. പിന്നെ പറഞ്ഞ ഓരോ ബസ് സ്റ്റോപ്പും AC ആണ്. സമ്മറിൽ AC, വിൻ്ററിൽ ചൂട്. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല വിൻ്റർ കാലത്ത് ചൂടും സമ്മർ കാലത്ത് തണുപ്പും തരുന്ന ഈ ബസ് സ്റ്റോപ്പ്. സജയ്, ഹായ്, ഞാൻ അഭിലാഷ്. ഞങ്ങളൊരു പുതിയ ഷോർട്ട് ഫിലിമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. സ്റ്റുഡൻറ്റ് വിസ, എ റിയൽ ലൈഫ് ജേർണി. നമ്മുടെ മക്കളെ കാനഡയ്ക്കോ അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പേരൻസിന് ഭയങ്കര ആഗ്രഹമാണ്. അത് അവരൊരു വലിയ അഭിമാനമായിട്ട് കണക്കാക്കുന്ന ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ പുറകിൽ ഏജൻസികൾ പറയുന്നത് എന്താണ്, ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ യഥാർത്ഥ ജീവിത സംഭവങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഞങ്ങളൊരു ഹ്രസ്വചിത്രം, ഒരു നേരിൻ്റെ നേർക്കാഴ്ചയായി ഞങ്ങൾ വരുന്നു. സ്റ്റുഡൻറ്റ് വിസ, എ റിയൽ ലൈഫ് ഓഫ് ജേർണി. കലാപബാധിത മേഖലയായ ലിബിയയിലേക്ക് കേരളത്തിൽ നിന്ന് വീണ്ടും നഴ്സുമാരെ അയക്കുന്നു. ഒരാളിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ വാങ്ങി 260 നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനായിരുന്നു കൺസൾട്ടൻസി. സാറേ, വിസ കിട്ടിയിട്ടോ വലിയ ഉപകാരം.